CCTV ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലം ഇതാണ്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ കലഞ്ഞൂർ വലിയ പള്ളിക്ക് സമീപമുള്ള പെർഫെക്റ്റ് ആട്ടോ കെയർ. ഇതിൻ്റെ മുൻവശത്തുള്ള കാറുകളാണ് ഇടിച്ച് തകർക്കുകയും അതിനുശേഷം വാഹനം ഗ്ലാസ് ഡോർ ഇടിച്ച് തകർക്കുകയും ചെയ്തിട്ടുള്ളത്. രണ്ടു പേരാണ് സമീപത്തെ താമസക്കാരായിട്ടുള്ള ബിനു വർഗീസ്, ജോൺ വർഗീസ് എന്നീ രണ്ടു പേരാണ് മിനിറ്റുകളോളം നീണ്ട ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് ഇടവരുത്തിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത്. നിങ്ങൾ സത്യത്തിൽ ഞെട്ടിപ്പോയല്ലേ? ഞങ്ങൾ സത്യത്തിൽ പറഞ്ഞ് ഞെട്ടിപ്പോയി. കാരണം നമ്മളുമായിട്ട് യാതൊരു പ്രശ്നവുമില്ലാത്ത മനുഷ്യനാണ്. ഒരു മുൻവൈരാഗ്യമോ ഒന്നുമില്ല. നമുക്ക് ഇദ്ദേഹത്തെ വലുതായിട്ട് അറിയത്തുമില്ല. അപ്പം ഈ മനുഷ്യൻ വന്നിട്ട് വേറൊരു ബിബിൻ എന്ന് പറഞ്ഞ അയാളെ ഇടിക്കാൻ വന്നപ്പോൾ അയാൾ ഒഴിഞ്ഞു മാറുകയും അതിനോടനുബന്ധിച്ച പ്രശ്നം ഇവിടെ നടക്കുകയും ചെയ്തത്. പിന്നെ ഇവർ തമ്മിൽ പ്രശ്നം ഉണ്ടായിട്ട് ഒരാൾ കത്തുവാളമായിട്ട് വെളിയിറങ്ങിയപ്പോൾ ഇവർ തമ്മിൽ കത്തുവാളെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയായി. അപ്പം നമ്മൾ ഇതിൻ്റെ മുമ്പിൽ ഒരു പ്രശ്നം ഉണ്ടാവണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞു ഇവിടെ കിടന്ന് അടിയുണ്ടാക്കാൻ പറ്റില്ല, നിങ്ങൾ പോകാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ പോയി ഇടപെട്ടതാണ്. ഈ മനുഷ്യൻ പിന്നെ ഈ പ്രായമായ മനുഷ്യൻ പിന്നെ വണ്ടിയിൽ കയറുകയും ഇദ്ദേഹം ആ കാറും കൊണ്ട് 10-70 വയസ്സിനടുപ്പിച്ചുണ്ട്. ആ കാറും കൊണ്ട് ഒരു ഭീകരാന്തരീക്ഷം തന്നെ സൃഷ്ടിച്ചു. എന്നിട്ട് ഓരോ വണ്ടിയിലും റിവേഴ്സ് എടുത്ത് പോയിട്ട് വന്ന് ഇടിക്കുമായിരുന്നു. എന്നിട്ട് വന്നിട്ട് നമ്മുടെ ഓഫീസെല്ലാം ഇടിച്ച് തകർത്തു. ഇതിൻ്റെ മുമ്പിലൂടെ പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഭയങ്കര സ്പീഡിൽ ഓടിക്കുമായിരുന്നു. നമ്മുടെ സ്റ്റാഫുകൾ, ലേഡീസ് ഉൾപ്പെടെ സ്റ്റാഫുകളുണ്ട്, അവരെല്ലാം പേടിച്ച് ആ റൂമിൽ കയറി ഷട്ടർ ഇടുമായിരുന്നു. അത് കഴിഞ്ഞാൽ ഈ പുള്ളി വണ്ടി എടുത്ത് നേരെ ഇവിടെ കൊണ്ടുവരികയും ഇവിടുന്ന് പോലീസ് വരുന്ന കണ്ടുകൊണ്ട് ഇവിടുന്ന് ഒഴിഞ്ഞു പോവുകയും ചെയ്യുമായിരുന്നു. നമുക്ക് ഉദ്ദേശം എത്രത്തോളം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നുണ്ട്? 3 വാഹനങ്ങൾക്ക് കേടുപാടുണ്ട്, ഇതിൻ്റെ ഗ്ലാസ് ഡോർ തകർന്നു. വാഹനങ്ങൾ ഉൾപ്പെടെ നമുക്കൊരു 10-15 ലക്ഷം രൂപയുടെ ഉണ്ട്. പുതിയ വണ്ടികളാണ് എല്ലാം ഡിസ്പ്ലേ ചെയ്തേക്കുന്നത്. അതിൻ്റെ ഫ്രണ്ട് എല്ലാം ഇടിച്ചു കയറി. നമുക്കിത് ഇനിയും റിപ്പയർ ചെയ്യാനോ ഒന്നും റീപ്ലേസ് ഉള്ള വണ്ടി നമ്മൾ കൊടുക്കത്തില്ല. അതിൻ്റെ നഷ്ടങ്ങളുണ്ട് നമുക്ക്. അത്രയും 10-15 രൂപ ഏകദേശം വരും. ആദ്യഘട്ടത്തിൽ വാഹനം ഇടിപ്പിക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് കാഴ്ചക്കാരായിട്ടുള്ള ആളുകൾ കൂടി ഇടപെട്ട് ഇവരെ ചോദ്യം ചെയ്യുകയും ചിലർ കൈയേറ്റം ചെയ്യുകയും ഒക്കെ തന്നെ ചെയ്തു. അത് തുടർന്നാണ് പ്രകോപിതനായ ജോൺ വർഗീസ് വാഹനമെടുത്ത് ഈ അക്രമം ആസകലം കാണിച്ചത്. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം ബിനു വർഗീസ് ഈ ദൃശ്യങ്ങളിൽ കയ്യിൽ വാക്കത്തിയുമായി നിൽക്കുന്ന ആൾ കലഞ്ഞൂരിലെ ഒരു വ്യാപാര സ്ഥാപനത്തിലെത്തി അക്രമം കാട്ടിയതായും പരാതിയുണ്ട്. അതേസമയം ഇവർക്കെതിരെ മുൻപ് അക്രമവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്തതായി പോലീസിൽ നിന്ന് നമുക്ക് വിവരം ലഭ്യമാകുന്നില്ല. കസ്റ്റഡിയിലെടുത്ത ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.